എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഇന്ന് വൈകിട്ട് 5 മണി വരെ മാത്രമേ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പുതിയൊരു അപേക്ഷ നൽകാൻ സാധിക്കുന്നതായിരിക്കില്ല. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പുതിയൊരു ഓപ്ഷൻ, അതായത് പുതുതായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അതായത് SSLC ജയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ CBSE ICSE 10ാം ക്ലാസ് ജയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൽ 10ാം ക്ലാസ്, അതായത് ഈക്വലൻസി ഒക്കെ ആയിട്ട് 10ാം ക്ലാസ് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മാത്രമാണ് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് വൈകിട്ട് 5 മണിക്കകം ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ നൽകാതിരുന്നാൽ പിന്നീട് അപേക്ഷ നിങ്ങൾക്ക്, അതായത് ഈ ഒരു നൽകിയിട്ടില്ലെങ്കിൽ പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് നൽകാൻ സാധിക്കുക. അതുപോലെ തന്നെ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതല്ല. ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിരുന്ന ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്കൂൾ, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള അപേക്ഷകൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അത് ഏകദേശം 29ാം തീയതി വരെയാണ് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലേക്കുമുള്ള രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള അലോട്ട്മെൻറ്റിലും സ്പോർട്സ് കോട്ടയിലും ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.